വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെയും യേശുക്രിസ്തു പിതാവേയും ഇങ്ങനൊരു പ്രഭാസമയം കർത്താവേ അടിയങ്ങളോട് ദാനം ചെയ്ത് ഓർമ്മ സ്തോത്രം ചെയ്യുന്നു. ഈ വിധത്തിൽ കർത്താവേ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അവിടുന്ന് അവരുടെ ഹൃദയത്തിൽ താല്പര്യം കൊടുത്ത കർത്താവെ ഈ വിധത്തിൽ അടിയങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തി ഓർമ്മ സ്തോത്രം. കർത്താവെ അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ അടിയങ്ങളുടെ അടുത്ത തലമുറ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങൾ ചിന്തിച്ചാലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയാണെന്നുള്ള അറിവ് കർത്താവെ അടിയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കർത്താവെ ആ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവെ അവരെ ചിന്തിക്കുന്ന വിധത്തിൽ കർത്താവെ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കർത്താവെ അടിയങ്ങൾ ഇടപെടുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാകേണ്ടതിനായിട്ടാണ് കർത്താവെ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് അടിയങ്ങൾക്ക് മനസ്സിലാകുവാനും കുഞ്ഞുങ്ങൾക്ക് കർത്താവെ യഥാർത്ഥമായിട്ട് ദൈവത്തെ മനസ്സിലാകുവാനും ദൈവിക വഴികൾ നടക്കുവാനും പ്രയോജനപ്പെടുവാനായിട്ട് ഈ കോൺഫറൻസ് കർത്താവെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഓർത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ വചനത്തിൽ അവിടുത്തെ ദാസന്മാർ വചനം നൽകുവാനായിട്ട് അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. പ്രിയ ജോൺ കുന്നങ്ങളുടെയും ജിബിയെയും കർത്താവെ സോളൻ ടെൻസിനെയും ഈ കർത്താവെ മീറ്റിങ്ങിനായിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവെ അടിയങ്ങളെ ഇത്രയും പേരെയും കർത്താവെ ഈ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കർത്താവെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ആവശ്യമായിട്ടുള്ള എല്ലാ ക്ഷേമം അടിയങ്ങൾക്ക് നൽകിത്തന്നെ ഓർത്ത് അവിടുത്തെ അടിയങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അടിയങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവെ അടിയങ്ങളെ ധാരാളമായിട്ട് അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ ചൂടിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കർത്താവെ അടിയങ്ങൾ കൊണ്ട് കർത്താവെങ്കിലും അടിയങ്ങളെ അവിടുന്ന് കാക്കണം, പരിപാലിക്കണം. ആർക്കും യാതൊരു വിധമായിട്ടുള്ള ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ കർത്താവെ അവിടുന്ന് കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എടുക്കുന്ന സെഷൻസൊക്കെയും കർത്താവെ അത് അവിടുന്ന് കർത്താവെ അവിടുത്തെ ദാസന്മാർക്ക് അവിടുന്ന് കൊടുത്തിട്ടുള്ള വചനം കർത്താവെ അത് അടിയങ്ങൾക്ക് ലഭിക്കേണ്ടത് കർത്താവെ അത് വേണ്ട വിധം വിളമ്പി തരുവാനും അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളത് ഗ്രഹിക്കുവാനും കർത്താവെ ഹൃദയസ്ഥമാക്കുവാനും കർത്താവെ വരുന്ന ദിവസങ്ങൾ കർത്താവ് ഇതിനനുസരണമായിട്ട് ജീവിക്കാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നന്മകളും നൽകി തരണമേ. സെഷൻ ബ്രദർ ടെൻഷൻ ജോസഫ് എടുക്കുമ്പോൾ കർത്താവെ ദാസനോട് ഒഴിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ യുവജനങ്ങളോട് ഇടപെട്ട കർത്താവെ അനേക പ്രോഗ്രാമിൽ കർത്താവെ അവിടുത്തെ ദാസനെ കർത്താവെ അവിടുന്ന് എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. കർത്താവ് ഇവിടെയുള്ള യുവജനങ്ങളോടും കർത്താവ് അടിയങ്ങളോടും സംസാരിക്കുമ്പോൾ അടിയങ്ങൾക്കത് ഏറ്റവും പ്രയോജനപ്രദമായി തീരുവാനും അവിടുന്ന് നൽകി തരുന്ന വചനം അവിടുത്തെ ദാസനെ കൂടെ അടിയങ്ങൾക്ക് ലഭിക്കാനും അവിടുന്ന് ഇടയാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, കൃപയിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട എല്ലാ കൃപകളും നന്മകളും കർത്താവെ അടിയങ്ങൾക്ക് നൽകി തരണമേ. തുടർന്നുള്ള ക്ലാസ്സെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിധത്തിൽ അടിയങ്ങൾ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. സകല മാനവും മഹത്വത്തേക്ക് തന്നെ അടിയങ്ങൾ അർപ്പിക്കുന്നു. സകല ഈശ്വരനാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ഈ ലോകത്തിൻ്റെ കാലഗതികൾക്ക് അനുസരിക്കാതെ ഭേദാഭേദങ്ങളെ വിവേചിച്ച് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവിധ തലമുറകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താഗതികളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അടുത്ത സെഷന് ലീഡ് ചെയ്യുവാനായിട്ട് ജോൺ കുര്യൻ അങ്കിളിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജോൺ കുര്യൻ അങ്കിളിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ അനേക വർഷങ്ങൾ ദൈവനാമോഹത്തിനായിട്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ. നാം ഏത് നിലകളിൽ ഭേദാഭേദങ്ങളെ വിവേചിച്ച് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കേൾക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ പ്രത്യേകതയുള്ള ഒരു സമ്മേളനമാണിത് എന്ന് എനിക്ക് മുൻപ് സംസാരിച്ച് പ്രിയപ്പെട്ടവർ പറഞ്ഞു. ഈ കാലഘട്ടത്തിൻ്റെ വളരെ വലിയൊരു ആവശ്യമാണിത്. കൺവെൻഷൻ അനുബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങൾ ദൈവജനത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ ഇവിടുത്തെ കൺവെൻഷൻ കമ്മിറ്റി കാണിച്ച ഉത്സാഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ശുശ്രൂഷകൾ നിർവഹിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു. ഞാനിവിടെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. എല്ലാ 1-2 വർഷവും ഇവിടെ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ വരാറുണ്ട്.
എന്നാൽ അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമായി സാധാരണയുള്ളതിനേക്കാൾ വളരെയധികം മനോഭാരത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതെന്താണ് ആ മനപ്രയാസത്തിൻ്റെ കാരണം എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആരോടും പ്രയാസമുള്ളതുകൊണ്ടല്ല, അതുപോലെ ഗൗരവമേറിയ വിഷയങ്ങളുടെ മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഈ തലമുറ എത്രയോ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ചുരുക്കമായിട്ട് ടെൻഷൻ സഹോദരൻ പറഞ്ഞു. ദൈവത്തിന് പകരം AI ഫ്രണ്ടായിട്ട് സ്വീകരിക്കുക, LGBTQവിൻ്റെ സ്വാധീനത്തിൽ കുട്ടികൾ വരിക, വല്ലാത്ത ഒരു ലോകം. ഈ മീറ്റിംഗ് നാം ഇവിടെ സംഘടിപ്പിച്ചതിലെ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യുവജനങ്ങൾ ഈ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടണം. 2, സഭയിലെ പ്രിയപ്പെട്ടവർ, അതായത് പ്രായമുള്ളവർ, മാതാപിതാക്കളും സഭയിലുള്ള പ്രിയപ്പെട്ടവരും ഈ കാലഘട്ടത്തിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സഭയിലും കുടുംബത്തിലും വ്യത്യാസപ്പെടുത്തണം. സഭയിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. യുവജനങ്ങളോടുള്ള ബന്ധത്തിൽ, മക്കളെ വളർത്തുന്നതിനുള്ള ബന്ധത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? നിങ്ങളിപ്പോൾ കേട്ടതുപോലെ നമ്മുടെ മക്കൾ ജീവിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തിലാണ്. ഇതിൽ ഏറ്റവും ഭയാനകമായൊരു കാര്യം മാതാപിതാക്കൾക്ക് ഇത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കിത് മനസ്സിലാകാനായിട്ട് ഞാൻ തെളിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ മക്കളിൽ പലരും എത്തീസത്താൽ സ്വാധീനിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? എത്തീസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം. ബ്രദറൻ വീടുകളിൽ ജനിച്ചു വളർന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക്, സഭാ ലീഡേഴ്സിന്, അമ്മമാർക്ക്, നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ നിരീശ്വരവാദത്താൽ സ്വാധീനിക്കപ്പെട്ട് ദൈവമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്? നിങ്ങളുടെ മറുപടി ഞാൻ പറയാം. നമ്മുടെ ഇടയിലൊന്നും അങ്ങനൊന്നുമില്ല അല്ലേ? നമ്മുടെ ഇടയിൽ അങ്ങനെ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവര്, എന്തൊരു വലിയ അപകടമാണിത്. ഇന്ന് രാവിലെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ നിലയിലുള്ള ഒരു പെൺകുട്ടിയുമായി ഇവിടെ വന്നിരിക്കുന്ന ഒരു സഹോദരൻ സംസാരിക്കാനിടയായി. ആ പെൺകുട്ടി അടുത്തിടെ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ സഭയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അവൾ പറയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ആ ബന്ധം ഞാൻ ഉപേക്ഷിച്ചു. 10ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. എന്നാൽ 12ാം ക്ലാസ്സിലാവുമ്പോൾ ഇനി അവൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്തു പറയും അവനോട്? അപ്പോൾ ഇനിയും അവൻ എൻ്റെ അടുത്ത് വന്നാൽ ഈ ബന്ധം ഒരു പക്ഷേ പുനഃസ്ഥാപിച്ചേക്കുമെന്ന് ആ പെൺകുട്ടി പറയുക. ഇതെന്ന് പറഞ്ഞ കാര്യമാണെന്നറിയോ? ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഇന്നലെ നമ്മുടെ ഒരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇത് നമുക്ക് വിശ്വാസം വരുന്നുണ്ടോ? നമ്മുടെ ഇടയിലൊന്നും അങ്ങനൊന്നുമില്ല. ഇതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം ടു ക്രിയേറ്റ് അവെയർനെസ്, ബോധവൽക്കരണം. എന്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്? നമ്മുടെ യുവതലമുറ വളരെ അപകടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അനേക സ്വാധീനങ്ങൾ അവരുടെ മേലുണ്ട്. അവർ യങ് ജനറേഷൻ ഈസ് ഫേസിങ് മെനി ചാലഞ്ചസ് and they are being influenced by atheism, Islam, humanism, LGBTQ and AI. We should know this. ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷോട് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മലയാളം കൃത്യം അറിഞ്ഞുകൂടാത്ത ചിലരുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. നമ്മുടെ യുവജനങ്ങളെ ഈ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൂടാതെ മാതാപിതാക്കളും സഭാംഗങ്ങളും നാം ജീവിക്കുന്ന ഈ ലോകം, നമ്മുടെ മക്കൾ വളരുന്ന ഈ ലോകം വളരെ അപകടം പിടിച്ചൊരു ലോകമാണ്. അതിനനുസരിച്ച്
അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ നാം എക്വിപ്ഡ് ആകണം. ഈ സന്ദേശം ദൈവജനത്തിന് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൊച്ചുമോളോട്, മകളുടെ മകളോട്, അവൾ പ്രൈമറി സ്കൂളിലേ ആയിട്ടുള്ളൂ. പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, 5ാം ക്ലാസ് 4ാം ക്ലാസ്സിന് കീഴ്. അവൾ വീട്ടിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അവൾ പറയാണ്, എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ച് ട്രാൻസ്ജെൻഡറാണ്. വല്ലതും മനസ്സിലായോ? എൻ്റെ ക്ലാസ്സിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൊച്ചുമോൾ പറയാണ്, എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ച് ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അവൾക്കിത് അറിയാമോ എന്നറിയാൻ ഞാൻ അവളോട് ചോദിച്ചു, എന്താ മോളെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ? അവൾ കൃത്യം പറഞ്ഞു തന്നു. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്കും അറിയാൻ പാടില്ല എന്താ ട്രാൻസ്ജെൻഡർ എന്ന്. അവൾക്കറിയാം ലോകം എവിടെ നിൽക്കുന്നു. ഞാൻ കുറച്ചാൾ മുമ്പ് അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഡാലസിൽ ഒരു വീട്ടിൽ പോയി. മയിലപ്പുറക്കാരാണ്, നമ്മുടെ സഭയിൽപ്പെട്ടവരാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ മോൻ പറയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തൻ കൊരങ്ങനാണെന്നും പറഞ്ഞ് വാലും വെച്ചുകൊണ്ട് വന്നു. കഥ പറയല്ല, മയിലപ്പുറക്കാരൻ പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പയ്യൻ വാല് വെച്ചോണ്ട് വന്നു. അപ്പോൾ പിള്ളേരെല്ലാം കൊരങ്ങ കൊരങ്ങ എന്ന് വിളിച്ച് അവനെ കളിയാക്കി. അപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞു. ഈ കളിയാക്കിയവര് എന്തിനാ വഴക്ക് പറഞ്ഞെന്നറിയാമോ? മുമ്പേ ടെൻഷൻ പറഞ്ഞ കാര്യമാണ്. അവൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ സ്വാതന്ത്ര്യം അവിടെ. നിനക്കെന്താ? അവൻ കൊരങ്ങനാന്ന് പറഞ്ഞാൽ അവൻ കൊരങ്ങനാ. നീ എന്തിനാ കളിയാക്കുന്നത്? ഒരൊറ്റ എണ്ണം കളിയാക്കാൻ പാടില്ല. അപ്പൊ നാളെ പട്ടിയാന്ന് പറഞ്ഞ് കുറച്ചുകൊണ്ട് ഒരുത്തം വരും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതിരുന്നോണം. അവനെ കളിയാക്കാനോ കൊച്ചാക്കാനോ പാടില്ല. കാരണം അവൻ പട്ടിയാണെന്ന് പറയാൻ അത് അവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അവൻ മനുഷ്യനാണോ പട്ടിയാണോ എന്ന് അവനാ തീരുമാനിക്കുന്നത്. അതാണ് മുമ്പേ നിങ്ങൾ കേട്ടത്. ടെൻഷൻ പറഞ്ഞതിൻ്റെ ഒടുവിൽ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു നായ, നീ നായല്ല എന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല. അവൻ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ അത്ര എത്തിയിട്ടില്ല. ഡാലസിൽ നിന്ന് പതുക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഓൺ ദ വേ ആണ്. കുറച്ചാൾ കഴിയുമ്പോൾ ഇവിടുത്തെ സ്കൂളുകളിൽ ഇത് വരും. ആർക്കും ഒന്നും പറയാനൊക്കെയല്ല. കാരണം അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ പെട്ട കാര്യമാണ്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ തലമുറയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രായമുള്ള നാം അറിയണം. നമ്മുടെ മനസ്സിൽ സൺഡേ സ്കൂൾ പഠിച്ച ആ പിള്ളേരായി ഇപ്പോൾ കോളേജിലൊക്കെ ഉള്ളത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? ശരിയാ, സൺഡേ സ്കൂൾ പഠിച്ചത്. പക്ഷേ അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. കുറച്ച് നാൾ മുമ്പ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, ഡോക്ടറാകാൻ പഠിക്കുകയല്ല, വേറൊരു കോഴ്സിന് പഠിക്കുന്ന നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കാൻ വന്നു. അവൾ പറഞ്ഞത്, അങ്ങളെ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നം, എൻ്റെ കൂടെ വെല്ലൂരിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിക്ക് എന്നോട് അമിതമായ താല്പര്യം, മോശമായ നിലയിൽ എന്നോട് ഇടപെടാനും അങ്ങനെ ഒരു ബന്ധത്തിൽ പ്രവേശിക്കാനും എൻ്റെ കൂട്ടുകാരി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഒരു പെൺകൊച്ച് എന്നോട് ചോദിക്കുക. ഞാൻ അവളോട് സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ഈ പെൺകുട്ടിയുടെ അച്ചായനെ എനിക്ക് നല്ലതായിട്ട് അറിയാം. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ സഭകളിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തെ, ഈ പെൺകൊച്ചൻ്റെ അപ്പൻ. ഞാൻ ഇദ്ദേഹത്തോട് പറയാൻ വിചാരിക്കുക, ഈ പെങ്കൊച്ചിന് സാറിന് മോക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ അച്ചായൻ വിശ്വസിക്കത്തില്ല. ഒരു ചെറുക്കനുമായിട്ട് പ്രേമത്തിലാന്ന് പറഞ്ഞാൽ ചിലപ്പം വിശ്വസിച്ചേക്കും. എന്നാൽ അവള് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു, ഈ അച്ചായൻ ഇത് അറിഞ്ഞാൽ അച്ചാൻ വിശ്വസിക്കുമോ? അങ്ങനൊന്നും ഒരിക്കലും വരികയല്ല. അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അപകടത്തിലാണ്. വേദപുസ്തകത്തെ ചോദ്യം ചെയ്ത് ഇത് വിശ്വാസ്യമാണോ, ഇത് അതുപോലെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പറയുന്നതെല്ലാം നമ്മുടെ പിള്ളേരുടെ കാര്യമാണ് കേട്ടോ. വെളിയിലുള്ളവരുടെ കാര്യമേ അല്ല ഈ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ പിള്ളേരുടെ കാര്യമാണ്. ദൈവമുണ്ടോ? ദൈവമുണ്ടെന്ന് ആരാ പറഞ്ഞേ?
ഇതൊക്കെ നമ്മൾ ചുമ്മാ പണ്ട് മുതലേ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ? ഇങ്ങനെ വിശ്വസിക്കുന്ന പലരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പറയും, ഓ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. അനേക സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്, അനേകരിങ്ങനെയുണ്ട്. നമ്മുടെ എത്രയോ കുട്ടികൾ അപകടങ്ങളിൽ പോയി ചാടുന്നു. സ്വന്തം വീട്ടിലോ സ്വന്തം സഭയിലോ വരുമ്പോഴേ ഇത് അറിയുള്ളൂ, അല്ലാത്തപ്പം വെറും ന്യൂസായിട്ടേ ഇതിരിക്കുകയുള്ളൂ. ഒരു സംഭവം, കാര്യങ്ങൾ എത്ര ഗൗരവമാണ് എന്ന് അറിയാൻ ഞാൻ നിങ്ങളോട് പറയാം. ഇത് ബ്രദറൻ സഭയല്ല, പെന്തിക്കോസ് സഭയിൽ നടന്നൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി, പെന്തിക്കോസ്തുകാരിയായ ഒരു പെൺകുട്ടി, അപ്പോൾ വേർപെട്ട സമൂഹം തന്നെയാണല്ലോ അവള് ഒരു പയ്യനുമായി, മറ്റൊരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടൊരു പയ്യനുമായി അടുപ്പത്തിലായി. എല്ലാവരും അവൾ ഉപദേശിച്ചു, മോളെ ഈ ബന്ധം നിനക്ക് വേണ്ട, അവനെ നീ കെട്ടണ്ട, നിനക്ക് വേറെ നല്ല കല്യാണം വരുമല്ലോ, ഈ ബന്ധം നീ ഉപേക്ഷിക്കണം. അവൾ എന്ത് ചെയ്തോ ഉപേക്ഷിക്കില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പെൺപിള്ളേരും കേട്ടോടെ ഞാൻ പറയുന്നത് എന്താ, ഞങ്ങൾ തമ്മിൽ അതുപോലെ അടുപ്പത്തില്ല, ഒരു നിലയിൽ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. പലരും ഉപദേശിച്ച് നോക്കി. അവള് കല്യാണം കഴിഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ കല്യാണം കഴിച്ചവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. ഇവര് കൗൺസിലിങ്ങിന് നമ്മുടെ ബ്രദറുകാരനായ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ആ ബ്രദറുകാരനായ കൗൺസിൽ എൻ്റെ അഭിപ്രായം ആരായാൻ എന്നെ ഫോണിൽ വിളിച്ചിരിക്കുക. ഒരു മാസത്തിനുള്ളിൽ നടന്ന കാര്യമാണ്. നമ്മുടെ ഒരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുക, അങ്കിള് ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട്, അപ്പോ ഈ കല്യാണം കഴിച്ചത് അവക്ക് പിരിയാമോ? കുഴങ്ങിയേ. നമ്മൾ സാറിന് എന്താ പറയുന്നത്, കല്യാണം കഴിച്ചാൽ പിരിക്കാൻ പാടില്ല. ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ ഇവനുമായിട്ട് പിരിയാമോ? പിന്നെ അവക്ക് വേറെ കല്യാണം കഴിക്കാമോ? അടുത്ത ചോദ്യം. കൗൺസിലർമാർ കിടന്ന് കറങ്ങുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ കൂട്ടങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോയി ചാടി ജീവിതം തുലയ്ക്കുന്ന, ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുന്ന, രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുടുക്കിൽ ചെന്ന് പെട്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞത്, വളരെ ഭാരത്തോടു കൂടിയാണ്. ഇതൊക്കെ എൻ്റെ ഹൃദയത്തെ വളരെ മതിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്ക്. ചിലർ പറയും, അങ്കിൾ എപ്പോഴാണ് വീട്ടിലുള്ള ഒന്ന് വന്ന് കണ്ട് സംസാരിക്കണം. അപ്പം തന്നെ എനിക്ക് പിടുത്തം കിട്ടും, എന്തിനായി വന്ന് കൺവെൻഷൻ വിളിക്കാനാണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി അല്ലേ, വന്ന് കണ്ടൊന്ന് സംസാരിക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതാണ്ട് കുഴപ്പമുണ്ട്. ഞാൻ മനപ്രയാസപ്പെട്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇയാൾ വന്ന് കണ്ട് സംസാരിക്കുന്നവരെ. കാരണം ഏതാണ്ട് ഏടാകൂടമായി വരുന്നതെന്ന് എനിക്കറിയാം. ഇതൊന്നും രണ്ടും സംഭവമാണോ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവര്, നാം ഉറക്കത്തിൽ നിന്ന് ഉണരണം, നാം കണ്ണ് തുറക്കണം. നമ്മുടെ സഭയിലെ രീതികൾ എന്ന് പറഞ്ഞ ഉപദേശം മാറ്റണമെന്നല്ല, നാം ഇടപെടുന്ന രീതികൾ, നമ്മുടെ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങൾ, പ്രസംഗങ്ങൾ, അതൊക്കെ കുറച്ചുകൂടി ശരിയാക്കണം. മാതാപിതാക്കൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. എൻ്റെ പിന്നാലെ സംസാരിക്കുന്ന പ്രതി ജിബി അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഈ മീറ്റിംഗ്? ഈ മീറ്റിങ്ങിൻ്റെ പ്രസക്തി എന്താണ്? നാം ജീവിക്കുന്ന ഈ സമൂഹം, തലമുറ എത്ര വലിയ അപകടത്തിലാണ് എന്ന് നിങ്ങളോടൊന്ന് പറയാൻ ശ്രമിക്കുക. ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്കൊക്കെ ഇതൊക്കെ അറിയാം. എന്നാൽ ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന 90% സഹോദരന്മാർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയത്തില്ല. ഇങ്ങനൊന്നും ഇല്ലെന്നുള്ള ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ വല്ലവരും കണ്ട് സംസാരിച്ചാൽ മതി. എത്ര കേസ് അറിയണം നിങ്ങൾക്ക്? എത്ര പേരുടെ കാര്യം? ഇതാരുടെയും പേരൊന്നും പ്രസിദ്ധപ്പെടുത്താൻ ഉദ്ദേശിച്ച് പറയല്ല, നമ്മൾ പറയുകയുമില്ല. എന്നാൽ അതിഭയാനകമായൊരു ആപത്തിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതോട് ബന്ധപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം രക്ഷിക്കപ്പെടലാണ്. അത് തന്നെ നമ്മുടെ ഇടയിൽ ഒന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട്. വേദപുസ്തക പ്രകാരമുള്ള രക്ഷിക്കപ്പെടലാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്ങനെ അല്ലാത്ത ഉണ്ടോന്ന്? ഉണ്ടോന്ന്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട്
ജീവിക്കുന്ന എത്രയോ പേർ രക്ഷിക്കപ്പെട്ടതിൻ്റെ യാതൊരു ഗുണവും മണവുമില്ലാതെ വചനപ്രകാരം അവർ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ നമ്മെ അനുവദിക്കാത്ത നിലയിൽ ജീവിക്കുന്നവർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആരാ രക്ഷിക്കപ്പെട്ടതല്ലാത്തതെന്ന് പറയാൻ ദൈവം എന്നെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടില്ല. നമുക്കാരെയും വിധിക്കുകയും വേണ്ട. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് നാം എങ്ങനെ പറയും? എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഭാരം ഇതാണ്. ഞാൻ ഈ ഒരാഴ്ച മുമ്പ് എൻ്റെ സ്വന്തം സഭയിൽ ഇതിനെക്കുറിച്ചൊരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെ പ്രസംഗങ്ങൾ ആൽഫ സെർമൺസ് എന്നുള്ള സീരീസിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. നിങ്ങൾ ചിലർ കേട്ട് കാണും, കേൾക്കാത്തവരൊന്ന് കേൾക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ദൂത് വിശ്വാസികളോട് ഇതാണെന്ന് പറയേണ്ടത്. ഇതൊക്കെ കൺവെൻഷന് പറയേണ്ടതല്ലേ? കൺവെൻഷന് അവിശ്വാസികളൊക്കെ വന്നിരിക്കുന്നിടത്തല്ലേ ഇതൊക്കെ പറയേണ്ടത്? എൻ്റെ വിശ്വാസം വിശ്വാസികൾ കൂടുന്നിടത്തും ഇനിയുള്ള കാലത്ത് ഇത് പറയണം. കാരണം രക്ഷിക്കപ്പെട്ടു എന്ന് ധരിച്ചിരിക്കുന്ന അനേക ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ നാശത്തിലേക്ക് പോവുകയാണ്. ആട്ടെ, ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പ്രിയ സഹോദരൻ വായിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സസ് 11 to 19, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവണ്ടു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ സമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നുവല്ലോ, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരൻ അല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു ഭാഗമാണിത്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അതിലൊരു കുഷ്ഠരോഗി മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു. അത് വളരെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിൽ താൻ വളരെ സന്തോഷിക്കുകയും വരാഞ്ഞവരെ കുറിച്ച് അന്വേഷിക്കുകയും വരാഞ്ഞത് എന്താ എന്ന് ചോദിക്കുകയും വരാഞ്ഞവരെ കുറിച്ചുള്ള തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതാണ് ഈ ഭാഗത്തിൻ്റെ ചുരുക്കം. ഞാനതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ചില ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പഠിക്കാനിടയായതും എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചതുമായ ചില ചിന്തകൾ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളോടുകൂടെ ഞാനൊന്ന് പങ്കുവെക്കട്ടെ. കുഷ്ഠരോഗികളായ 10 പേർ. ഞാൻ ചില വാക്കുകൾ ഒന്ന് ഉപയോഗിക്കുകയാണ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. ഐ എം യൂസിങ് സം വേർഡ്സ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന്, കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ തന്നെ വളരെ മിസറബിൾ ആയിട്ടുള്ള അരിഷ്ടകരമായ അവസ്ഥയിലുള്ള ഒരാൾ. ഇംഗ്ലീഷിൽ ദ ഫസ്റ്റ് വേർഡ് ഈസ് റെച്ചഡ്നെസ്. റെച്ചഡ്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അരിഷ്ടകരമായ അവസ്ഥ. നമുക്കറിയാം, രോഗങ്ങളിൽ വെച്ച് ഏറ്റവും ഭയാനകമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് കുഷ്ഠരോഗം. കുഷ്ഠരോഗിയുടെ അവസ്ഥ, ഹിസ് കണ്ടീഷൻ ഈസ് റെച്ചഡ്. വളരെ അരിഷ്ടകരമായ ഒരവസ്ഥയിലാണ് ഈ കുഷ്ഠരോഗി. അപ്പം എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഭയങ്കരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ കർത്താവ്, ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യട്ടെ. കർത്താവ് അവരെ സൗഖ്യമാക്കി. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിക്കാൻ പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. എന്താ ശുദ്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ?
അവരുടെ ശരീരം മുഴുവൻ കുഷ്ഠമായിരുന്നു എന്ന് വിചാരിക്കുക. ആ ശരീരം മുഴുവൻ കുഷ്ഠമായിരുന്നു കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ. അവർ ശുദ്ധരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ആ കുഷ്ഠം മുഴുവൻ മാറി. അവർക്ക് വലിയൊരു രൂപാന്തരം വന്നു. ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ. കർത്താവുമായി ബന്ധപ്പെട്ട ഈ രക്ഷതായിട്ടുള്ള അരിഷ്ടകരമായ ജീവിതം നയിച്ചിരുന്ന ഈ ആളുകൾക്ക് വലിയ ഒരു രൂപാന്തരം വന്നു. These men who were living in a wretched condition, they were totally transformed. കർത്താവുമായിട്ട് ബന്ധം വന്നപ്പോ വലിയ രൂപാന്തരം അവർക്ക് വന്നു. നമ്മുടെ രക്ഷയുടെ ഒരു ചിത്രമായിട്ട് കുഷ്ഠരോഗം മാറുന്നതിന് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ കർത്താവുമായിട്ട് ബന്ധം വന്നപ്പോൾ അവർക്ക് വലിയ രൂപാന്തരം വന്നു. They were totally transformed when they came into contact with the Lord Jesus. എല്ലായിടത്തും കുഷ്ഠം ഉണ്ടാകുന്നു, അതിലൊരു അല്പസ്വല്പമൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ കയ്യേലയൊക്കെ കുറഞ്ഞു, എന്നാലും കാലിന് മേത്തുമല്ല ഇപ്പോഴും ഉണ്ട്. അങ്ങനല്ല, അവർ ശുദ്ധരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ they were totally cleansed and totally transformed. കർത്താവ് സൗഖ്യമാക്കിയത് പകുതി സൗഖ്യം, സ്വല്പ സൗഖ്യം, ഇപ്പൊ കുറച്ച് നടക്കാം, അങ്ങനല്ല. മുടന്തനെ നടത്തിയവൻ തുള്ളിയും ചാടി എഴുന്നേറ്റ് പോയെന്നാ. അതുപോലെ എല്ലാ സംഭവങ്ങളും. യായിറോസിന്റെ മോക്ക് ഇപ്പൊ അല്പസ്വല്പമൊക്കെ അവൾക്ക് എഴുന്നേക്കാം എന്നല്ല, അവൾ എഴുന്നേറ്റു, മരിച്ചയാൾ ജീവിച്ചു. കർത്താവ് ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത്, രൂപാന്തരം എന്ന് പറയുന്നത്, അത് പൂർണ്ണമായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. ഇത് ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മാവിന്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വലിയൊരു രൂപാന്തരം അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഇപ്പോ ഞങ്ങളെ പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരെ പോലെ ബ്രദറൻ കുടുംബങ്ങളിലൊക്കെ ജനിച്ചു വളർന്നത് നമ്മൾ കള്ളു കുടിക്കുകയോ ബീഡി വലിക്കുകയോ അങ്ങനെയുള്ള വഴികളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെ കള്ളുകൂടി നിർത്തി എന്നെനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുകയില്ല, നിങ്ങളിൽ പലർക്കും ഒക്കെയില്ല. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നു എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടപ്പോൾ ബ്രദറിൽ ജനിച്ചു വളർന്നവർ വെച്ച് രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവര് രൂപാന്തരം വന്നു എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വേണ്ടാത്ത വഴികളൊക്കെ ഞാൻ നിർത്തി, കള്ളുകൂടി നിർത്തി എന്നൊന്നും പറയാൻ പറ്റിയല്ല, കാരണം അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ? ഹൃദയത്തിന് മാറ്റം വന്നു. അത് പെന്തക്കോസ്ത് ആണെങ്കിലും കൊള്ളാം, ബ്രദറാണെങ്കിലും കൊള്ളാം, രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഹൃദയനിലയ്ക്ക് മാറ്റം വരും. ബാഹ്യമായി ഒത്തിരി പാപങ്ങൾ അവൻ ഏർപ്പെട്ട് കാണുകയില്ല, എന്നാൽ പാപ സ്വഭാവം സകലർക്കും ഉള്ളത് കൊണ്ടും പാപത്തോടുള്ള പറ്റുമാനം സകല മനുഷ്യർക്കും ഉള്ളത് കൊണ്ടും രക്ഷിക്കപ്പെടുമ്പോൾ അതിന് ഒരു രൂപാന്തരം വരുന്നു. നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവതാ. These 10 people, they were totally cleansed and totally transformed. അവര് പൂർണ്ണമായി ശുദ്ധരായി തീർന്നു. ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ രൂപാന്തരം വന്നിട്ടുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള കൊള്ളതായ്മകളൊന്നും ചെയ്യാത്തവർക്ക് അങ്ങനെ സ്പെക്ടാക്കുലറായ രൂപാന്തരം വന്നു കാണുകയില്ല, അത് സമ്മതിച്ചു. എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. എന്നാൽ എൻ്റെ ഉള്ളിൽ പാപത്തോട് വെറുപ്പും പാപത്തോടൊരു വിമുഖതയും ദൈവത്തോടുള്ള സ്നേഹവും, ആ വലിയ രൂപാന്തരം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടുന്ന ഒരുവന്റെ ജീവിതത്തിൽ രൂപാന്തരം വരും. ഏത് അളവിലാണെങ്കിലും, എങ്ങനെയാണ് കഴിഞ്ഞ കാലത്ത് ജീവിച്ചത് അതിനനുസരിച്ചുള്ള രൂപാന്തരമാണ് വരുന്നത്. മദ്യപാനിയായി നടന്നവന് അങ്ങനെയുള്ള രൂപാന്തരം വരുന്നു. ബ്രദറിൽ തന്നെ ജനിച്ചു വളർന്നവന് ആ നിലയുള്ള രൂപാന്തരമാണ് വരുന്നത്. പക്ഷേ രൂപാന്തരം വരുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജർമ്മനിയിൽ ഒരു യുവാവ് ഉണ്ടായിരുന്നു, ഉള്ള സംഭവമാണ്. അവൻ വളരെ കൊള്ളരുതാത്തവനായിരുന്നു. ചൂതുകളി, ചീട്ടുകളി, ഇതായിരുന്നു പ്രധാനപ്പെട്ടൊരു പരിപാടി. സ്നേഹിതരുമായി ചൂത് കളിക്കുക. പിന്നെ മോഷണവും വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. ഒരു ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ താമസിച്ചിട്ട് കാശ് കൊടുക്കാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ പോലീസ് തപ്പിപ്പിടിച്ചു, അവനെ പിടിച്ചു ജയിലിലാക്കി. കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോകാനായിട്ട്
വ്യാജ പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ വ്യാജ രേഖകൾ ചമച്ചു. അപ്പോൾ പഠിച്ച കള്ളനാണ്. അതിനും അവൻ കുഴപ്പത്തിലായി. ഇങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെ പോലീസ് വിളിച്ച് ജയിലിൽ ഇടേണ്ട പല കേസിൽ അവൻ അകപ്പെട്ടു, ജയിലിൽ പോവുകയും ചെയ്തു. കള്ളൻ, ചൂതുകളിക്കാരൻ. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഇതാരാന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. അറിയാവുന്നവർക്കറിയാം. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. ജോർജ് മുള്ളറിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും UK പോകുമ്പോൾ, നിങ്ങളുടെ വളരെ മക്കൾ UK-യിലുണ്ടല്ലോ, ബ്രിസ്റ്റൾ എന്നൊരു സ്ഥലമുണ്ട് UK-യിൽ. നമ്മുടെ അസംബ്ലി ഉണ്ട് അവിടെ. ബ്രിസ്റ്റളിലാണ് ജോർജ് മുള്ളറിൻ്റെ സ്ഥലം. ജോർജ് മുള്ളർ മ്യൂസിയം എന്നൊരു മ്യൂസിയം ബ്രിസ്റ്റലിലുണ്ട്. ആ മ്യൂസിയത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ എൻ്റെ മുൻപിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കഥ പറഞ്ഞതല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജോർജ് മുള്ളർ എങ്ങനെയുള്ള ആളായിരുന്നു, ഏതൊക്കെ കേസിൽ പെട്ടു, രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു. രക്ഷിക്കപ്പെട്ടവൻ നീതി പ്രവർത്തിക്കുന്നവനായിരിക്കും. ഹീ ലവ്സ് റൈറ്റ്യസ്നെസ്. 2, സഹോദരന്മാരെ സ്നേഹിക്കുന്നവനായിരിക്കും. എളുപ്പം പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഉള്ളിൽ പാപത്തോട് മുൻപുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെടുകയും വിശുദ്ധിയോടുള്ള സ്നേഹം ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല, ദൈവമക്കളുമായുള്ള കൂട്ടായ്മ, ദൈവമക്കളുമായ ബന്ധം, അതിനുള്ള താല്പര്യവും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഈ 2 കാരണങ്ങളാൽ ആരാണ് ദൈവത്തിൻ്റെത്, ആരാണ് പിശാചിൻ്റെതെന്ന് നമുക്കറിയാൻ പറ്റും എന്നാണ് യോഹന്നാൻ പറയുന്നത്. വേദപുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ടെസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ ടെസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത്, നീതിയോടുള്ള വാസ്തവത്തിലുള്ള സ്നേഹവും പാപത്തോടുള്ള വെറുപ്പും ജീവിതത്തിൽ കാണുന്നുണ്ടോ? നേരത്തെ കൂട്ടുകാരുമായി കറങ്ങാനായിരുന്നു ഇഷ്ടം, എന്നാൽ ഇപ്പോൾ ദൈവമക്കൾ ഉള്ളിടത്ത് പോകാനാണ് ഇഷ്ടം. ദൈവമക്കളെ സ്നേഹിക്കുന്നു. ആ വ്യത്യാസം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്നാര് രക്ഷിക്കപ്പെട്ടതാ, ഇന്നാര് രക്ഷിക്കപ്പെട്ടതല്ല എന്നൊന്നും നമ്മളിപ്പോൾ വിധിക്കാനോ പറയാനോ പോകണ്ട. ശരി, പക്ഷേ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവന്റെ തെളിവുകൾ നമ്മുടെ അല്ലെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായി സംസാരിക്കാനിടയായി. നമ്മുടെ സഭയിൽപ്പെട്ടതാണ്. സംസാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവൻ രക്ഷിക്കപ്പെട്ടാണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വേദപുസ്തകം വായിക്കാറില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല, പ്രാർത്ഥിക്കുന്നുമില്ല. അവനാരാ? രക്ഷിക്കപ്പെട്ടവൻ. അവന് വേദപുസ്തകം, ഇത് അവൻ തന്നെ എന്നോട് പറഞ്ഞ, ഞാൻ പറയിപ്പിച്ചല്ല. വേദപുസ്തകം വായിക്കുന്നില്ല, അതിന് താല്പര്യമില്ല, പ്രാർത്ഥിക്കാനും താല്പര്യമില്ല. പിന്നെ എന്തോ രക്ഷിക്കപ്പെട്ടതവൻ. ഇനി അടുത്ത് പറയാൻ പോകുന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ സഭകളിലുള്ള എല്ലാവരും, അവൻ അങ്ങളെ ഒരു കാര്യത്തിൽ എനിക്കൊരു ഹെൽപ്പ് വേണം. ഏത് കാര്യത്തിലാണ്? ഞായറാഴ്ച ചിന്ത പറയുന്നത് എങ്ങനെയാണ് അത് അതിൻ്റെ പോയിന്റ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഇടയിൽ അധപതനം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞായറാഴ്ച എഴുന്നേറ്റൊരു ചിന്ത പറഞ്ഞാൽ അവൻ ആത്മീയനാണ്. ചിന്ത പറയണം കേട്ടോ, ഞാനും എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. ഞായറാഴ്ച സ്തോത്രം ചെയ്യണം, ചിന്ത പറയണം. പക്ഷേ ദൈവവുമായുള്ള നിന്റെ അടുപ്പത്തിൽ നിന്നാണ് നീ ആ ചിന്ത പറയേണ്ടത്. എന്നാൽ ഇന്ന് വന്ന് ജീവിതത്തിൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. തിങ്കൾ മുതൽ ശനി വരെ തോന്നിയതുപോലെ നടക്കുക, തെറ്റായ കാര്യങ്ങൾ ഏർപ്പെടുക. എന്നാൽ സഭയിൽ വരുമ്പോൾ അപ്പനും അമ്മയും മൂപ്പന്മാരും ഒക്കെ ഉണ്ട്, അവരെ കാണിക്കാൻ ഞായറാഴ്ച എഴുന്നേറ്റ് 103-ാം സങ്കീർത്തനം വായിക്കുക, 100-ാം സങ്കീർത്തനം വായിക്കുക, ലാസർ പന്തിക്കിരുന്ന കാര്യം പറയുക, മെഫിബോശത്തിനെ കൊണ്ട് വരിക. പിള്ളേർക്ക് ഇതൊക്കെ നല്ലതായിട്ട് അറിയാം എന്തോ പറയേണ്ടതെന്ന്. അതൊക്കെ പറയും. കേൾക്കുന്നവർ വിചാരിക്കും നല്ല പയ്യനാ. ഒരു കല്യാണാലോചന വരുമ്പം നിങ്ങളൊന്ന് ഞാനീ പറഞ്ഞൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ആ സഭയിലുള്ള ആരോട് എങ്ങനെയുണ്ട പയ്യൻ? അവനോ ഞായറാഴ്ച നല്ല ആലോചന പറയുന്നവനാ. അപ്പൊ പിന്നെ ആത്മീയനാണെന്നുള്ളതിന് വേറൊന്നും പിന്നെ അന്വേഷിക്കണ്ടല്ലോ കല്യാണത്തിന്, അല്ലേ? പെങ്കൊച്ചുങ്ങളെ ഞായറാഴ്ച ആലോചന പറയുന്നു എന്നുള്ളത് മാത്രം കേട്ട് നിങ്ങൾ ഏസ് പറഞ്ഞ കളിയല്ലേ? വേറെ ഒത്തിരി കാര്യം അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട്. അത് അന്വേഷിച്ചിട്ടേ അപ്പനും അമ്മയും ഏസ് പറയാവുള്ളൂ. ഞായറാഴ്ച പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ആത്മീയന്റെ തെളിവ്. ആത്മീയനത് ചെയ്യണമെന്നുള്ളത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ എന്നിട്ട് അവൻ ഇതിലൂടെ പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വേദപുസ്തകം വാക്യം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രയേലും ഒരു ഗുണമായി.
വേദപുസ്തകം വായിക്കാനും താല്പര്യമില്ല, പ്രാർത്ഥിക്കാനും താല്പര്യമില്ല. പക്ഷേ ഞായറാഴ്ച ചിന്ത പറയാൻ അവനെ ഞാൻ എന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവൻ്റെ ആവശ്യം. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സഭകൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ നിലവാരം എന്താണ് ആത്മീയത്വം നാം മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഷ്ഠരോഗിക്ക് ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരം വന്നു. കർത്താവ് തൊടുന്നവർക്ക്, കർത്താവുമായി ബന്ധം വരുന്നവർക്ക് തീർച്ചയായും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. When you come in contact with the Lord, you will be transformed, changed to some extent at least. ഏതെങ്കിലും അളവിലുള്ള വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നൊരു കാര്യം, അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തു? അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടു. ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് റിയലൈസേഷൻ. wretchedness, ട്രാൻസ്ഫർമേഷൻ, തേർഡ് വേർഡ് റിയലൈസേഷൻ, ബോധ്യം. സൗഖ്യം വന്നത് കണ്ടു. അവൻ കേവലം വിശ്വസിച്ചല്ല, എനിക്ക് സൗഖ്യം വന്നു ഞാനങ്ങ് വിശ്വസിക്കുക. കയ്യും കാലും ഒക്കെ വരണ്ട ഇപ്പോഴും ഇരിക്കുന്നത്, എന്നാലും ഞാനങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണോ? അല്ല, അവനെ കാണാം. ഇറ്റ് ഈസ് വിസിബിൾ. The transformation that took place in my life is visible. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം കാണത്തക്കതാണ്. അവൻ കണ്ടു, അവന് ബോധ്യമായി. അവൻ ചുമ്മാ അങ്ങ് വിശ്വസിച്ചല്ല, എനിക്ക് സുഖപ്പെട്ടു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അങ്ങനല്ല, അവൻ കണ്ടു. ആ റിയലൈസേഷൻ നമുക്കുണ്ടായിട്ടുണ്ടോ? കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. വിശുദ്ധിയോട് എനിക്ക് താല്പര്യം വന്നിരിക്കുന്നു, നീതിയോട് എനിക്ക് താല്പര്യം വന്നിരിക്കുന്നു, പാപത്തോട് എനിക്ക് വെറുപ്പ് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഒരു തെറ്റും ചെയ്യത്തില്ല, ഒരു പാപത്തിലും അകപ്പെടുകയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടും പല കുഴപ്പങ്ങളും പാപങ്ങളും ഒക്കെ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ട്, വരരുത്, പക്ഷെ വരുന്നുണ്ട്. അത് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അടിസ്ഥാനപരമായ ഒരു വെറുപ്പ്, ഒരു ഹേറ്റ്രഡ്, ഒരു വിമുഖത പാപത്തോട് രക്ഷിക്കപ്പെട്ടവന് തീർച്ചയായിട്ടും ഉണ്ടാകണം. അവൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വീഴുന്നുണ്ടായിരിക്കും, വീണ എഴുന്നേൽക്കണം, ഏറ്റു പറയണം. എന്നാൽ അടിസ്ഥാനപരമായി അയ്യോ ഞാൻ വീണ് പോയല്ലോ, ആ നുണ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നൊരു മനസ്താപമെങ്കിലും നിന്റെ മനസ്സിലുണ്ടാകുന്നില്ലേ? രക്ഷിക്കപ്പെട്ടവന്റെ സ്വഭാവത, അവൻ പരിപൂർണനാകുന്നില്ല. എന്നാൽ അവന് വീഴ്ച സംഭവിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ ആശ്രയിച്ചാണ് അവൻ ജീവിക്കുന്നത്. ഇനി അഥവാ വീണ് പോയാൽ ഉടനടി നിലവിളിയോടെ ദൈവത്തെങ്കിലേക്ക് അവന് മടങ്ങി വരികയാണ്. ബോധ്യം. എന്ത് ബോധ്യം വന്നേ? എനിക്ക് സുഖം വന്നു എന്നുള്ള ബോധ്യം. ആ ബോധ്യം നമുക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വന്നിരിക്കുന്നു, എനിക്ക് ആ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ് 1-ന്റെ 10-ാമത്തെ വാക്യം നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ, ആ ഭാഗം പഠിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ക്രിസ്തീയ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വന്നിട്ട് ഫലം കായ്ച്ചിട്ട് നമ്മുടെ ജീവിത ശൈലി എങ്ങനെ ആയിരിക്കണമെന്നാണ് അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ത് പറയുന്നത്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിക്കണം. അപ്പം മുകളിലത്തെ കോണ്ടെക്സ്റ്റുമായിട്ട് സന്ദർഭവുമായിട്ട് യോജിപ്പിച്ച് വേണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എൻ്റെ ഉള്ളത്തിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയജയം, ഭക്തി, സ്നേഹം, ഇങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, എൻ്റെ ഉള്ളിൽ ക്രിസ്തീയ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. അതെന്താ? ഞാൻ വിളിക്കപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. എല്ലാവർക്കും അത് മനസ്സിലായോ അതിൻ്റെ അർത്ഥം? When Christian virtues develop in me and I see it, I am confirming to myself that I have been called and I am chosen. ഞാൻ അന്ന് കൺവെൻഷന് വെച്ച് രക്ഷിക്കപ്പെട്ടായിരുന്നു, നല്ല കാര്യം, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത്രയുള്ളോ അതോ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ? അന്ന് രക്ഷിക്കപ്പെട്ടു, സമ്മതിച്ചു. എന്നാൽ അത് കഴിഞ്ഞുള്ള ജീവിതമോ? ദൈവത്തോട് സ്നേഹം, ക്രിസ്തീയ ഗുണങ്ങൾ എൻ്റെ ഉള്ളിൽ വരുന്നു, പാപത്തോട് എനിക്ക് വെറുപ്പ്, നീതിയോട് സ്നേഹം,
ദൈവവചനം വായിക്കാനുള്ള താല്പര്യം, ഈ ഗുണങ്ങൾ എന്നിൽ വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു കൺഫർമേഷൻ കൊടുക്കുക. എന്താ? ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എങ്ങനെ അറിയാം? എൻ്റെ ജീവിതം കൊണ്ടറിയാം, എൻ്റെ സ്വഭാവം കൊണ്ടറിയാം. നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വിളങ്ങിക്കാണുന്ന ക്രിസ്തീയ ഗുണങ്ങൾ കൊണ്ട് നമുക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവവേദലാണ് എന്ന് എൻ്റെ ജീവിതത്തെ നോക്കി എനിക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അവന് ബോധ്യം വന്നു. ഇനി അടുത്ത് അവൻ എന്താ ചെയ്തത്? ബോധ്യം വന്നിട്ട് അവൻ എന്ത് ചെയ്തു എന്ന് അവിടെ പറയുന്നുണ്ട്. സൗഖ്യം വന്ന് കണ്ടിട്ട് അവൻ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. എന്തിനാ മടങ്ങി വന്ന്? ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തിൻ്റെ കാൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ വീഴാനും അവൻ മടങ്ങി വന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവനോട് കർത്താവ് പറഞ്ഞായിരുന്നോ ഈ 10 പേരോട് നിങ്ങൾക്ക് സുഖപ്പെട്ട് കഴിയുമ്പം ഒരു വാക്ക് നന്ദി പറയാൻ വരണേ എന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞു സുഖപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടേ പോകാവുള്ളേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ ഇതിനെ ഇവൻ പോയെ? കർത്താവ് പറഞ്ഞില്ലല്ലോ ഇവൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ എൻ്റെ അടുത്ത് വന്നിട്ടേ പോകാവുള്ളൂ കർത്താവ് പറഞ്ഞു? പറഞ്ഞില്ല. പിന്നെ എന്തിനാ കർത്താവിൻ്റെ അടുത്ത് പോയത്? ഉൾപ്രേരണ. ഉൾപ്രേരണ. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിൻ്റെ അടുത്ത് മടങ്ങി ചെല്ലാനുള്ള കാരണം അവൻ്റെ ഉള്ളിൽ ഹി റിട്ടേൺഡ് ബിക്കോസ് ഓഫ് ആൻ ഇന്നർ കമ്പൽഷൻ. അടുത്ത വാക്ക് ഇന്നർ കമ്പൽഷൻ, ആന്തരിക പ്രേരണ. അവൻ്റെ വീട്ടുകാർ വന്നിട്ടല്ല, എടാ സുഖപ്പെടുത്തേണ്ട അടുത്ത് നിന്ന് ഒരു വാക്ക് നീ നന്ദി പറയണ്ട പോടാ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. കൂട്ടുകാർ പറഞ്ഞിട്ടാണോ നീ പോയി നന്ദി പറഞ്ഞേച്ചു വാ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെന്തിനാ വന്നേ? ഞായറാഴ്ച യോഗത്തിന് വരുന്ന എന്തിനാ? അപ്പനും അമ്മയും പറയുന്നുണ്ട് അല്ലേ? വന്നില്ലേ? അടുത്ത ആഴ്ച മൂപ്പൻ ചോദിക്കും എന്താ വരാൻ ഞാൻ. ബാക്കിയുള്ളവർ വിചാരിക്കും എനിക്ക് അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന്. അപ്പം അങ്ങനെ പല കാരണമുണ്ട് വരാൻ. അതോ ഉൾപ്രേരണയാണോ? ഡു യു ഹാവ് എൻ ഇന്നർ കമ്പൽഷൻ ടു ജോയിൻ ഗാഡ്സ് പീപ്പിൾ, ടു താങ്ക് ഹിം, ടു വർഷിപ്പ് ഹിം? യോഗത്തിന് വന്നാൽ മാത്രമല്ല ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കുന്നു. ഒറ്റയ്ക്ക് നിന്റെ വീട്ടിലും നിനക്ക് ചെയ്യാം. എന്നാൽ ദൈവദിനം ഒരുമിച്ച് കൂടുമ്പോൾ അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നീ മടങ്ങി വരിക. ബാക്കി എല്ലാ കാര്യം വിട്ടേച്ച് നീ വരിക. സൗഖ്യമാക്കിയവൻ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടല്ല, സൗഖ്യമാക്കിയവനോടുള്ള ബന്ധത്തിൽ നിന്റെ ഉള്ളിൽ ഉണ്ടായ ആന്തരികമായ പ്രേരണ നിന്നെ മടക്കിക്കൊണ്ടുവരിക. എൻ്റെ പ്രിയ സൗരസവന്മാരെ, വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളൊക്കെ നമുക്ക് വന്നെന്ന് വരാം. എന്നാലും ഉള്ളിൽ ആ ജീവൻ കാണും. അത് മടങ്ങി വരാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കും. ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ പ്രേരിപ്പിക്കും. ഒടുവിലായിട്ട് അവൻ കാൽക്കൽ കവിണ്ണു വീണ് നന്ദി പറഞ്ഞു. പല കാര്യങ്ങളും അവിടുന്ന് പറയാനുണ്ട്. പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കർത്താവ് അവനോട് ചോദിച്ചൊരു ചോദ്യം, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി വേറെ ആരെയും കാണുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ദ ലോർഡ് മിസ്ഡ് ദാറ്റ്. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഐ മിസ് യു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ അഭാവം എനിക്ക് വിഷമം ഉളവാക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ അമേരിക്കയിലോ വേറൊരു നാട്ടിലോ പോയി, അപ്പോൾ നമ്മൾ എഴുത്തെഴുതുമ്പം അയക്ക് എഴുതും ഐ മിസ് യു എന്ന് പറഞ്ഞാൽ നിൻ്റെ അഭാവം എനിക്ക് വിഷമം ഉണ്ടാക്കുന്നു. കർത്താവ് ഇവനോട് പറയാണ് ഐ മിസ് ദ 9. ഈ 9 പേരുടെ അഭാവം എന്നെ വിഷമിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ അതിനനുസരിച്ച് ജീവിക്കാതെ വരുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുത്തും നന്ദി പറഞ്ഞും ജീവിക്കാതെ വരുമ്പോൾ, അത് കർത്താവിൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുക. കർത്താവ് ചോദിക്കുകയാണ്, അവർ എവിടെ? അവർ വരാത്തതിലുള്ള കർത്താവിൻ്റെ വിഷമം അവരെവിടെ എന്ന് കർത്താവ് അവരോട് ചോദിക്കുകയാണ്. ഈ ചോദ്യം അനേക നാളുകളായിട്ട് കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ എന്തേ മടങ്ങി വരുന്നില്ല? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ അതനുസരിച്ച് എന്തേ ജീവിക്കുന്നില്ല? നിനക്ക് ഗുണമുണ്ടായെന്ന് നീ പറയുന്നു, പക്ഷേ ഗുണം നൽകിയവന് ഒരു വാക്ക് നന്ദി പറയാൻ നിനക്കൊക്കുന്നില്ലേ? ജീസസ് നോട്ടീസ്ഡ് their absence. അവരുടെ അഭാവം കർത്താവ് ശ്രദ്ധിച്ചു.
അവർ വരാത്തത് എന്താണ് എന്ന് കർത്താവ് പ്രത്യേകം ചോദിച്ചു. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒത്തിരി കാര്യം പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നമുക്കിത് മതി. ഞാൻ എന്താ ഒടുവിലായി പറയാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരായി അതിൻ്റെ തെളിവ് ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്നവരായി നാം ഇരിക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് വെറുതെ സാക്ഷി പറഞ്ഞാൽ പോരാ. രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് ഏതെങ്കിലും അളവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം ഉറപ്പ് വരുത്തണം. ഈ ബോധ്യമൊന്നുമില്ലാതെ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. അവർ ചിലരിപ്പം പിന്നെ സ്നാനപ്പെടുത്തുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർ പിന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട്, ചിലരതിന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ ശരിയായ രൂപാന്തരമുണ്ടായാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഈ വല്ലാത്ത തലമുറയിൽ ഉള്ളിൽ ശരിയായ രൂപാന്തരം വന്നില്ലെങ്കിൽ പാപം നിറഞ്ഞ തലമുറയിൽ പിടിച്ചു നിൽക്കാൻ യൗവനക്കാർക്കും സാധിക്കുകയില്ല, പ്രായമുള്ളവർക്കും സാധിക്കുകയില്ല. നമ്മുടെ തന്നെ ആത്മീയ ജീവിതം ശരിയാക്കി രക്ഷയുടെ ഉറപ്പുള്ളവരായി ദൈവത്തോടടുത്ത് ഓരോ ദിവസവും ജീവിക്കുന്നവരായി നാം ഇരിക്കണം. എങ്കിൽ മാത്രമേ ഈ വല്ലാത്ത ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.